more hits lately. This image has many suspecting that a giant sea creature is lurking in New Zealand waters. An engineer reportedly spotted the being in the Oki Bay while researching the area before heading there on vacation. സമുദ്രത്തിൽ ഇപ്പോൾ വളരെ വിചിത്രമായ ചില കാര്യങ്ങൾ സംഭവിക്കുന്നു. കില്ലർ വെയിൽസ് പോലുള്ള ഏറ്റവും അപകടകാരികളായ വേട്ടക്കാർ പോലും സമുദ്രത്തിനുള്ളിൽ ഇപ്പോൾ സംഭവിക്കുന്ന എന്തോ ഒന്നിനെ ഭയന്ന് സമുദ്രത്തിൽ നിന്ന് കരയിലേക്ക് ഓടുന്നതായി തോന്നുന്നു. ഗ്രീസിനടുത്തുള്ള ഒരു മത്സ്യബന്ധന ബോട്ട് സമുദ്രത്തിൽ പകർത്തിയ ദൃശ്യങ്ങൾ ലോകത്തെ മുഴുവൻ ഞെട്ടിക്കുന്നതാണ്. കാരണം ആ ദൃശ്യങ്ങളിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് യഥാർത്ഥത്തിൽ ഭ്രാന്താണ്. ആദ്യം സമുദ്രത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഏറ്റവും ഭയാനകമായ കടൽ ജീവികൾ പോലും സമുദ്രത്തിനുള്ളിൽ ജീവിക്കുന്ന ഒന്നിനെ, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഉണർന്നിരിക്കുന്നതായി തോന്നുന്ന ഒന്നിനെ ഇപ്പോൾ ഭയപ്പെടുന്നതിൻ്റെ കാരണം ലെവ്യാഥാൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ജീവിയായിരിക്കാം എന്ന് പലരും ഊഹിച്ചു വരുന്നു. തോറയിലെ പുരാതന തിരുവെഴുത്തുകളിലും ബൈബിളിലും ഖുറാനിലും പരാമർശിച്ചിരിക്കുന്ന ഒരു ജീവിയാണ് ലെവ്യാഥാൻ. അന്ത്യകാലത്ത് ഉണർന്നെഴുന്നേൽക്കുന്ന ഒരു ജീവിയാണെന്ന് പറയപ്പെടുന്ന ഹിന്ദു വേദഗ്രന്ഥങ്ങളിലും ഈ ജീവിയെ പരാമർശിച്ചിട്ടുണ്ട്. നോർസ് പുരാണങ്ങളിൽ ഈ ജീവിയെ വേൾഡ് സർപ്പൻ്റ് എന്നും വിളിക്കുന്നു. അതിൻ്റെ വലിപ്പം വളരെ വലുതാണ്. ഒരു ജനതയെ മുഴുവൻ വിഴുങ്ങാൻ കഴിയുന്ന അത്ര വലുതാണ്. സമുദ്രത്തിനടിയിൽ ജീവിക്കുന്ന ഈ മൃഗത്തിൻ്റെ വലിപ്പം ഇതാണ്. തീർച്ചയായും ഈ മത്സ്യങ്ങൾ കരയിലേക്ക് വരുന്നതിൻ്റെ ഒരു കാരണം ഇതായിരിക്കാം എന്ന് പലരും ഊഹിച്ചുകൊണ്ടിരുന്നു. ഇവിടെയുള്ള ഈ ഫുട്ടേജ് നോക്കൂ. അവിടെ ഈ ഇലക്ട്രിസിറ്റി കടന്നു പോകുന്ന ഒരുതരം പുരാണ മത്സ്യത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിനാൽ ഈ മത്സ്യത്തെ ഡൂംസ് ഡേ ഫിഷ് എന്നും വിളിക്കുന്നു. ഈ മത്സ്യം എപ്പോൾ വേണമെങ്കിലും കരയിലേക്ക് വരാം. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ അർത്ഥം ഒരുതരം വലിയ ദുരന്തം ഉയർന്നു വരും എന്നാണ്. അതുണ്ടാക്കുന്ന ശബ്ദം നോക്കൂ, അത് ഭ്രാന്താണ്. ഇത് വൈദ്യുതിയാണോ അതോ അതിൻ്റെ ചെതുമ്പൽ മാത്രമാണോ എന്ന് എനിക്കറിയില്ല. എത്ര മനോഹരമായി തോന്നിയാലും ഈ മത്സ്യം തീരത്ത് പ്രത്യക്ഷപ്പെടേണ്ട ഒന്നല്ല. കാരണം അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഒരു വലിയ ദുരന്തം വരാനിരിക്കുന്നു. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ ഒഡീഷയിലെ ഒരു കടൽ തീരത്ത് 7 ലക്ഷം ആമകൾ പുറത്തു വന്നതായി തോന്നി. ഇത് എത്ര ഭ്രാന്തമായി തോന്നുന്നു. ഇവയിൽ എത്ര എണ്ണം ഇപ്പോൾ ദൃശ്യമാണ്? എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ല. അവയിൽ മിക്കതും മുട്ടയിടുന്നതായി തോന്നുന്നു. പക്ഷേ സമുദ്രത്തിനുള്ളിൽ ഉള്ള എന്തോ ഒന്ന് അത് ശരിക്കും സുരക്ഷിതമല്ലെന്ന് അവർക്ക് തോന്നി. അതിനാൽ അവർ കടൽ തീരത്ത് പ്രത്യക്ഷപ്പെടാൻ തീരുമാനിച്ചു. 100 കണക്കിന് അല്ലെങ്കിൽ 1000 കണക്കിന് മാത്രമല്ല, ഈ ആമകളിൽ 7 ലക്ഷം കടൽ തീരത്ത് പ്രത്യക്ഷപ്പെട്ടു. ഇപ്പോൾ നമ്മൾ കാണുന്ന ഇവയിൽ ഏതെങ്കിലും ഒന്ന് സാധാരണമാണോ? ഉദാഹരണത്തിന് അവയിൽ 7 ലക്ഷം എണ്ണം ഒരേ സമയം പ്രത്യക്ഷപ്പെട്ടു. തുടർന്ന് ഡൂംസ് ഡേ ഫിഷും തീരത്ത് പ്രത്യക്ഷപ്പെടുന്നു. സമുദ്രത്തിൽ കൊലയാളി തിമിംഗലങ്ങൾ ഭയപ്പെടുന്ന ഒന്നും തന്നെ ഇല്ല എന്ന് ഞാൻ കരുതുന്നു. അവ സ്രാവുകളെപ്പോലും ഭയപ്പെടുന്നില്ല. സമുദ്രത്തിൽ കണ്ട എന്തെങ്കിലും ഈ ജീവികൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യർ വിഷമിക്കേണ്ട ഒരു കാര്യമാണ് ഇത്. കാരണം കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഓസ്ട്രേലിയയിൽ 150 കില്ലർ വെയിൽസ് കടൽ തീരത്ത് പ്രത്യക്ഷപ്പെട്ടതായി തോന്നുന്നു. അവർ ഭയന്നുപോയി. അവർ പരിഭ്രാന്തരായി. മിക്ക തിമിംഗലങ്ങളും ചത്തുപോയി. ഇത് നോക്കൂ. ഓസ്ട്രേലിയയിലെ ടാസ്മാനിയ തീരത്ത് കൊലയാളി തിമിംഗലങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു. പ്രാഥമിക നിരീക്ഷണങ്ങളിൽ 90 തിമിംഗലങ്ങളാണ് കണ്ടെത്തിയത്. അത് നോക്കൂ, അവ ചത്തിരിക്കുന്നു. ചിലത് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ പരുക്കൻ സമുദ്ര സാഹചര്യങ്ങൾ അവയെ വീണ്ടും വെള്ളത്തിൽ മുങ്ങാൻ കഴിയാത്ത വിധം അതിജീവിച്ച മൃഗങ്ങളെ ദയാവധം ചെയ്യുമെന്നും പ്രാദേശിക വന്യജീവി ഉദ്യോഗസ്ഥർ പറഞ്ഞു. രക്ഷാപ്രവർത്തകർ 2 തിമിംഗലങ്ങളെ കടലിലേക്ക് തിരിച്ചയക്കാൻ ശ്രമിച്ചു. പക്ഷേ കാറ്റും പ്രക്ഷുബ്ധമായ കടലും കാരണം അവ ഉടൻ തന്നെ കരയിലേക്ക് മടങ്ങി. അത് ഭ്രാന്താണ്. അവയ്ക്ക് തിരികെ പോകാൻ താല്പര്യമില്ലെന്ന് തോന്നുന്നു. അവർ തിരികെ പോകാൻ ഒരു ശ്രമവും നടത്തുന്നില്ല. അവയെല്ലാം മനഃപൂർവ്വം ഈ തിമിംഗലങ്ങളും ഈ മത്സ്യങ്ങളും ആമകളും ചില ഭ്രാന്തൻ ജീവികളും കരയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. കരക്കടിയാനുള്ള കാരണം ഇപ്പോഴും അജ്ഞാതമാണ്. ഒരു ദുരന്തം വരാനിരിക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒരു വലിയ ദുരന്തം വരാനിരിക്കുന്നു. കൂടാതെ കുറച്ചു കാലം മുമ്പ് കരയിലുടനീളം കണ്ടെത്തിയ ഒരു പുതിയ നിഗൂഢ മത്സ്യമുണ്ടെന്നും നമ്മൾ കണ്ടെത്തി. ഈ മത്സ്യങ്ങൾ ഇത്രയും വർഷങ്ങളായി നമ്മൾ ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത ഒരു പുതിയ ഇനം പോലെയാണ്. നിങ്ങളത് നോക്കിയാൽ ആഴക്കടലിൽ കാണപ്പെടുന്ന സുതാര്യമായ തലയും അതുല്യമായ കണ്ണുകളുമുള്ള ഒരു നിഗൂഢ മത്സ്യം പോലെ തോന്നുന്നു. അത് ഒരു അന്യഗ്രഹ ജീവിയെപ്പോലെയോ മറ്റോ തോന്നും. അവയ്ക്ക് 2 മുട്ട പോലുള്ള കണ്ണുകളുണ്ട്. അവ യഥാർത്ഥത്തിൽ കണ്ണുകളാണോ എന്നും എനിക്കറിയില്ല. അവ ഏതാണ്ട് സുതാര്യമാണ്. അവയുടെ എല്ലാ അവയവങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾക്ക് തലച്ചോറും അവയവങ്ങളും എല്ലാം കാണാൻ കഴിയും. അത് അസുഖകരമായി തോന്നുന്നു. ഇപ്പോൾ ഡൂംസ് ഡേ ഫിഷ് എന്നും അറിയപ്പെടുന്ന ഇത്തരത്തിലുള്ള മറ്റൊരു ഓർ ഫിഷിനെയും നമ്മൾ കണ്ടെത്തി. പ്രത്യക്ഷത്തിൽ അവർ ഇത് വെള്ളത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അത്രമാത്രം വലുതാണ്. ഇതിൻ്റെ വലിപ്പമൊന്ന് നോക്കിക്കേ. തീരങ്ങളിൽ ഒരിക്കലും പ്രത്യക്ഷപ്പെടാത്ത ഡൂംസ് ഡേ ഫിഷ് ഇതായിരിക്കണം. കടൽ തീരത്ത് ഇതെല്ലാം പുറത്തു വരുന്നു. 2011 ജപ്പാനിലുണ്ടായ ഭൂകമ്പത്തിന് മുമ്പ് തന്നെ ഈ കാര്യം പ്രത്യക്ഷപ്പെട്ടു.
നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും ഭ്രാന്തമായ പ്രകൃതി ദുരന്തങ്ങളിലൊന്നായിരുന്നു അത്. അപ്പോഴാണ് അവർ ഇത് കണ്ടെത്തിയത്. ഇപ്പോൾ 23 വർഷത്തിനു ശേഷം മത്സ്യം വീണ്ടും തിരിച്ചെത്തിയതായി തോന്നുന്നു. ഇപ്പോൾ കാലിഫോർണിയയിലേക്ക് നോക്കൂ. എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷികളുടെ വലിയ കൂട്ടം പറക്കുന്നത് പോലെ തോന്നുന്നു. ഇത് കൃത്യമായി ഏത് സ്ഥലമാണെന്ന് എനിക്കറിയില്ല, പക്ഷേ അവ കാലിഫോർണിയ വിട്ടുപോകുന്നതായി തോന്നുന്നു. ഈ ജീവികളെല്ലാം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഒരുതരം പ്രകൃതി ദുരന്തം ഉണ്ടെന്ന് തീർച്ചയായും തോന്നുന്നു. എന്തോ വലിയൊരു കാര്യം വരാനിരിക്കുന്നു. എനിക്ക് പറയാൻ കഴിയുന്നത് അത്രയേ ഉള്ളൂ. ഇതൊരു രാജ്യത്ത് മാത്രമല്ല, ലോകമെമ്പാടും എല്ലാ വ്യത്യസ്ത രാജ്യങ്ങളിലും സംഭവിക്കുന്നു എന്ന വസ്തുത അർത്ഥമാക്കുന്നത് ഭൂമിയെ മുഴുവൻ ബാധിക്കുന്ന ഒരുതരം വലിയ ദുരന്തം വരാൻ പോകുന്നു എന്നാണ്. അപ്പോൾ ഈ ജീവികളെല്ലാം വളരെ ഭയപ്പെടുന്ന തരത്തിലുള്ള ദുരന്തമാണ് ഇത്. ഇവയെല്ലാം സമുദ്രങ്ങളിൽ നിന്ന് പുറത്തു വരുന്നതിൻ്റെയും പക്ഷികൾ എന്തിനെയോ കണ്ട് ഭയന്ന് ജീവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതിൻ്റെയും കാരണം ഒടുവിൽ ഉണർന്നിരിക്കാൻ സാധ്യതയുള്ള ഒരു ലെവ്യാഥാൻ ജീവി ഉണ്ടായിരിക്കാം എന്ന് മിക്ക മതവിശ്വാസികളും വിശ്വസിക്കുന്നു. കാരണം ബൈബിൾ അനുസരിച്ച് നിരവധി അന്ത്യകാല പ്രവചനങ്ങൾ ഇതിനകം യാഥാർത്ഥ്യമായിട്ടുണ്ട്. ആൻറ്റി ക്രൈസ്റ്റ് വളരെ വേഗം വരുമെന്ന് തോന്നുന്നു. ഇപ്പോൾ വ്യക്തമായും ലോകത്തിൽ നമുക്ക് ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും നോക്കാം. യൂഫ്രട്ടീസ് നദി പൂർണ്ണമായും വറ്റി വരികയാണ്. ഇത് യെഹെസ്കേൽ ഇതിനകം പ്രവചിച്ച ഒരു കാര്യമാണ്. അതുമാത്രമല്ല, മരുഭൂമികൾ വനങ്ങളായി മാറുന്നതും നമ്മൾ കണ്ടു. മരുഭൂമികളുടെ നടുവിൽ സൗദി അറേബ്യയിലുടനീളം ഹിമപാതമുണ്ടായിരുന്നു. അത് സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒന്നാണെന്ന് തോന്നുന്നു. മരുഭൂമികളിൽ നിന്ന് നദികൾ ഒഴുകുന്നതും നമ്മൾ കണ്ടു. അതും പ്രവചനം പറഞ്ഞിട്ടുള്ള ഒന്നാണ്. വെള്ളം ചുവപ്പ് രക്തനിറമായി മാറുമെന്ന് പ്രവചനം പറയുന്നു. ഇപ്പോൾ ഇവ സംഭവിക്കുന്നതും നമ്മൾ കാണുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഇസ്രായേൽ 5 ചുവന്ന പശുക്കിടാക്കളെ ബലിയർപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചു എന്നതാണ്. അത് യെഹെസ്കേൽ പ്രവാചകന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഇസ്രായേൽ 5 ചുവന്ന പശുക്കിടാക്കളെ ബലിയർപ്പിക്കുന്നതായി അവൻ കണ്ടു. ഈ കാര്യങ്ങൾ കാരണം ലോകമെമ്പാടും ഒരു വലിയ സമഗ്രമായ യുദ്ധമുണ്ടാകുന്നു. തുടർന്ന് അവർ 3ാമത്തെ ശലോമോൻ ദേവാലയം പണിയാൻ പോകുന്നു. അതിനുശേഷം ജൂതന്മാർ വിശ്വസിക്കുന്നത് അവരുടെ മിശിഹ പ്രത്യക്ഷപ്പെടുമെന്നാണ്. എന്നാൽ വാസ്തവത്തിൽ യെഹെസ്കേലിൻ്റെ അഭിപ്രായത്തിൽ ആളുകൾ കാത്തിരുന്ന മിശിഹ ക്രിസ്തുവിൻ്റെ 2ാം വരവായിരിക്കും. എല്ലാറ്റിനുമുപരി രാഷ്ട്രങ്ങൾ ഒന്നിച്ചു ചേർന്നതിനേക്കാൾ വലിയ ഒരു ജീവി ഉണ്ട് എന്ന് തിരുവെഴുത്ത് പരാമർശിക്കുന്നു. ഭൂപടത്തിൻ്റെ ഒരു ഭാഗം മുഴുവൻ അതിന് വിഴുങ്ങാൻ കഴിയും. ആ രാജ്യം ഒരിക്കലും നിലനിൽക്കില്ല. ദൈവം സൃഷ്ടിച്ച ഒരു വലിയ ജീവി ഇത്രയും വർഷങ്ങളായി സമുദ്രത്തിൽ എത്ര വലുതാണ് എന്നതിൻ്റെ തെളിവാണ് ഇത്. തീർച്ചയായും നമ്മൾ മനുഷ്യർ മുഴുവൻ സമുദ്രത്തിൻ്റെ ഏകദേശം 7% മാത്രമേ പര്യവേക്ഷണം ചെയ്തിട്ടുള്ളൂ എന്ന് ഞാൻ കരുതുകയാണ്. അതിനാൽ അവിടെ എന്താണ് നിലനിൽക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായി അറിയാത്ത ധാരാളം സമുദ്രം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ഈ ആളുകൾ ഭയപ്പെടുന്ന ജീവി ഒടുവിൽ ലെവ്യാഥാനായി മാറിയേക്കാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ. ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.